കുറച്ച് മുമ്പ് നമ്മുടെ മാർവലിൻ്റെ അയൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സീരീസ് ഞാൻ കണ്ടായിരുന്നു. ഇത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ തന്നെ എനിക്ക് തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിവർ ഇറക്കണേന്ന്. കാരണം ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോഴും നമ്മൾ ആരും ചോദിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് മാർവലിൻ്റെ റോസ്റ്റർ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഇതല്ലാതെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് കൊടുക്കാൻ പറ്റിയ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. ബട്ട് വൈ അയൺ ഹാർട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷനോ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് കണ്ടുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം എന്താണെങ്കിലും മനസ്സിലായി. അതായതെന്ന് പറഞ്ഞാൽ ഇത് അവർ കുറച്ച് ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ഈ ഒരു എന്താ പറയുക MCUവിന് കുറച്ച് ഇത് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം എടുത്തതായിട്ടാണ് എനിക്കിത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കിയത്. കാരണം അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ആക്ച്വലി നമുക്കുള്ള ഷോ അല്ല. പക്ഷേ ഇനി ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്കെന്താണ് ഞാൻ തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും കണ്ടന്റ് നല്ലതാണെങ്കിൽ പിന്നെയും നമുക്ക് പറയാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് നമുക്ക് ആക്ച്വലി റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം സംഭവം എന്താണ്. പക്ഷേ ഈ ഒരു സീരീസിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇതൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഹോണസ്റ്റ് വൈബ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഷീ ഹൾക്ക് സീരീസിൻ്റെ അതേ വൈബ് തന്നെയായിരുന്നു. അതായത് ക്രിഞ്ച്, അമ്മാതിരി ക്രിഞ്ചായിട്ടുള്ളൊരു വൈബായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഇതിൻ്റെ ഒരേ ഒരു ഗുണം എന്താണെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവർ കാണിച്ചിട്ടുള്ള വിഷ്വൽ എഫക്ട്സും CGയും അവർക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്യൂട്ടപ്പ് ചെയ്യുന്നതും വലിയ സീനൊന്നും ഇല്ല ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ പെണ്ണ് പോയിട്ട് സ്യൂട്ട് ഇട്ടിട്ട് പറന്നു പോകുന്നൊരു സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്യൂട്ട് മാൽഫങ്ഷനായിട്ട് പുള്ളിക്കാരി ഇവിടെ വരുമ്പോഴത്തേ അയൺ ഹാർട്ട് എന്ന ആ ഒരു പേര് എഴുതി കാണിക്കും. അത് കൊള്ളാം. പക്ഷെ അതിനുശേഷം ഇവരെന്താ കാണിച്ചു കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതെടുത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് എന്ന് പറയുന്ന ഡയലോഗ്സ് വരെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഓവറോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ നമ്മുടെ ന്യൂസിൽ പറയാഞ്ഞതോ അല്ലാതെ ഒരു സെപ്പറേറ്റ് റിയാക്ഷനോ ചെയ്യാതെ തരുന്നതിൻ്റെ റീസൺ ഇത് തന്നെയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു ദുരന്തമായിരിക്കുമെന്നാണ്. അത് ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാകാം. നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലോ. ഉണ്ടാകാതിരിക്കാം. പക്ഷെ എന്താണെങ്കിലും ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ ഇമ്പ്രസ് ആയിട്ടില്ല. ഇപ്പോഴും എനിക്കുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ, ഇത് ആർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു ഷോയാണ്? ഇത്രയും ബഡ്ജറ്റ് ഇതേപോലത്തെ ഒരു സീരീസിന് കൊണ്ടേ കളഞ്ഞു കുളിക്കുന്ന എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്യാരക്ടേഴ്സും ഒരു ലൈക്കബിൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് മാർവലിൻ്റെ പുതിയ അയൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീരീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം ഫ്യൂച്ചറിൽ ഈ ഒരു സീരീസ് നല്ലതാകാതിരിക്കാം. അഗീതയുടെ മറ്റേ സീരീസ് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു. അത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ശോകമായിട്ടാണെങ്കിലും പിന്നീട് വന്നപ്പോൾ അത് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് അതേപോലെ പോകുന്നു. കാരണം ഇത് മോസ്റ്റ്ലി നമ്മുടെ മിസ് മാർവൽ, ഷീ ഹൾക്ക് ആ ഒരു സീരീസിനെ കടത്തി വെട്ടിക്കൊണ്ട് ആരാണ് ഏറ്റവും ദുരന്തം എന്നുള്ളൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ അവസാനം അവർ കുറച്ച് ക്ലിഫ് ഹാങ്ങറൊക്കെ കാണിച്ചു തരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കേപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അത് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറല്ല, വേറെ ഒന്നും പറയാൻ പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഈ ഒരു സീരീസിനെ കുറിച്ചിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മാർവൽ ഇതേപോലത്തെ സീരീസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.